യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രധാന കേസും ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനമായിരിക്കുന്നു. മ്യൂസിയം പോലീസ് അന്വേഷിക്കുന്ന കേസാണ് കൈമാറുക. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 7 പേരാണ് പ്രതികൾ. മുഖ്യകണ്ണികൾ പിടിയിലായതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം. റോഷിപാൽ ചേരുന്നു. റോഷിപാലാണ് ഈ വാർത്ത തന്നെ ബ്രേക്ക് ചെയ്തത്. റോഷി, ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ചിന് ആ കേസ് കൊടുക്കാതിരുന്നത് നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി മാത്രമാണ് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് പോലീസ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഈ വളരെ നിർണായകമായ ഈ കേസ് കൂടി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നതോടെ എന്തായിരിക്കും അന്വേഷണത്തിൽ ഇനി മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളത്? ഈ കേസിന്റെ പ്രത്യേകത എന്താണ് റോഷിപാൽ? അരുൺകുമാർ, വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അത് തയ്യാറാക്കിയതിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തയ്യാറാക്കിയതിലെ പ്രധാന പ്രതി MJ രഞ്ജു, യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ, ഇന്നലെ മ്യൂസിയം പോലീസിൽ കീഴടങ്ങി. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുക്കുന്നത്. ഏതായാലും പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കണം. അതിന് പിന്നാലെ തന്നെ നിലവിൽ ഈ കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഈ കേസും ഏറ്റെടുക്കും. ഈ കേസിന്റെ പ്രത്യേകത, ഈ കേസിൽ 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, അതിൽ നേതാക്കളടക്കം പ്രതികളാണ്. ഈ കേസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞത്. മ്യൂസിയം പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് DYFI സംസ്ഥാന കമ്മിറ്റിയുടെയും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ കേസിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് കാർഡ് നിർമ്മിച്ചതിൽ 5 പേരെ പ്രതി ചേർത്തു, 5 പേരെയും അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് കേന്ദ്രീകരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ 2 പേരെ ആണ് അറസ്റ്റ് ചെയ്തത്, അവരെ പ്രതി ചേർക്കുകയും ചെയ്തു. ഇതിൽ 2 പേരും ചേർന്നാണ് CR കാർഡ് എന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയതെന്ന് അവർ മൊഴി പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മറ്റൊരു ആപ്ലിക്കേഷന്റെ സഹായത്തോടെയാണ് തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയത്. അവിടെ നിരവധി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെടുക്കുകയും ചെയ്തു. ഇവരുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അത് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ തിരുവനന്തപുരത്തെ FSL ലാബിൽ അതിന്റെ പരിശോധന തുടരുകയുമാണ്. ആ പരിശോധനാ റിപ്പോർട്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. ഈ കേസിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച കേസിലാണ് രാഹുൽ മാങ്കുട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പോലീസ് സംഘം ചോദ്യം ചെയ്തത്. ഈ രാഹുലിന്റെ കാൻഡിഡേറ്റായാണ് അവിടെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ MJ രഞ്ജു എന്ന നേതാവ് മത്സരിച്ചത്. MJ രഞ്ജുവിന് രാഹുലിന്റെ സഹായം ലഭിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചോ എന്ന് വ്യക്തമല്ല. എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. റോഷിപാൽ പുറത്തുവിട്ടൊരു വാർത്തയുടെ തുടർച്ചയാണ്. വലിയ വിവാദമുണ്ടാക്കി ഒരു നാഷണൽ ബ്രേക്കിംഗ് ആയിരുന്നു അത്. ദേശീയ തലത്തിൽ വരെ ആ വാർത്ത ശ്രദ്ധിക്കപ്പെട്ടു. വാർത്തയിൽ ഇനി കൂടുതൽ ചില നീക്കങ്ങൾ ഉണ്ടാകും എന്നുകൂടി നമ്മൾ സംശയിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന് ഈ 2 കേസുകളും പോകുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്.